ടാക്സി 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 कैप्टन के मेनन कांदीवत काठमांडू मालूम 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 हाँ जी हाँ डिक्की ओपन डिक्की ठीक है साहब है ये इधर नहीं रख सकता अंदर रखना पड़ेगा मैम अंदर चेदाला अच्छा तुम रखेगा ടാക്സി ഞാൻ കയറിയില്ല ടാക്സി ടാക്സി ക്ഷമിക്കൂ ക്ഷമിക്കൂ സഹോദര ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്റെ അമ്മേ യോ എന്റെ പേഴ്സ് എന്റെ പെട്ടി എന്റെ ഡയറി കുട്ടിമാമ सर वन कैप्टन के मेनन का घर काठमांडू मालूम रिटायर्ड कैप्टन कुट्टी कृष्ण मेनन सर रिटायर्ड कैप्टन सर कुट्टी कृष्ण मेनन काठमांडू मालूम टीवी जाऊं कैप्टन के मेनन सर रिटायर्ड कैप्टन टीवी जाएंगे कि नहीं टीवी जाओ जाओ अबे हटो सर एक्सक्यूज मी वन कैप्टन के मेनन कर काठमांडू कुट्टी कृष्ण मेनन मालूम सॉरी सर कैप्टन പറഞ്ഞോട് വന്ന് നാട്ടിൽ നിന്ന് മാറിയുന്ന ആളുകൾ കൂടി നിന്ന് ആദരിക്കും പോലും ഒരു പക്ഷിശാസ്ത്രം എന്റെ ജ്യോത്സ്യം അവനെയൊക്കെ എന്റെ കൈ കിട്ടിയാൽ ഞാൻ താണ്ട ഇതുപോലെ അങ്ങോട്ട് പിഴിഞ്ഞ് നാശം എടാ അപ്പൊ നീ കള്ളനല്ലേ എന്റെ അമ്മ എന്റെ പേഴ്സ് ഭാഗ്യം അഡ്രസ് കിട്ടി നീ പിന്നെ എന്തിനാ എന്റെ ബാഗ് എടുത്ത് പോയ അഡ്രസ് കിട്ടിയില്ല നീ ആള് കൊള്ളാമല്ലോ നിനക്ക് വേണോ ഉണ്ണിയപ്പം സ്മോൾ അപ്പം ഏത് ഭാഷക്കാർക്കും തിന്നാം നിന്റെ തലപോലെ ഇരിക്കുന്നല്ലേ
എന്താ എന്റെ പേര്? വാട്ട്സ് യുവർ നെയിം? तुम्हारा नाम क्या है? റിംപോച്ചെ. റിംപോച്ചെ. റിംപോച്ചെ? അതെന്ത് പോച്ച? റിം എന്ന് വെച്ചാ സൈക്കിൾ റിം, പോച്ച എന്ന് വെച്ചാ പുല്ല്. നിന്റെ രൂപവും നിന്റെ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. നിനക്ക് ഞാനൊരു പേരിടാം. ഉണ്ണിയപ്പത്തിന്റെ തല പോലിരിക്കുന്നവൻ ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ. ഞാൻ അശോകൻ. നിനക്ക് അശോകേട്ടാന്ന് വിളിക്കാം. അശോകേട്ടൻ. അക്ക സോട്ടോ. അശോകേട്ടൻ. അക്ക സോട്ടോ. അക്കാശേട്ടോ. ആ നേപ്പാളിയിൽ അങ്ങനെ വിളിക്കാം. ഉണ്ണിക്കുട്ടോ. അക്ക സോട്ടോ. ഉണ്ണിക്കുട്ടോ. അക്ക സോട്ടോ. ഉണ്ണിക്കുട്ടാ. അക്ക സോട്ടോ. ഇന്നിനി ഇവിടെങ്ങാനും കൂടാ. കുട്ടിമാമ്മയുടെ അഡ്രസ് തിരഞ്ഞു നടന്ന് പാവപ്പെട്ട നേപ്പാളികളുടെ കൈക്ക് ജോലി ഉണ്ടാക്കണ്ട. അച്ഛാ ഹേ അച്ഛാ. ഒരു ചായ കുടിക്കാം. ചായ 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 പിയാ ചായ പിയാ ചായ ചായ. അച്ഛാ ഞാൻ പൈസ പൈസ. ഉണ്ണിക്കുട്ടാ, ഇതെവിടെ പോയി? ഉണ്ണിക്കുട്ടാ. അക്ക സോട്ടോ. അക്ക സോട്ടോ. അക്ക സോട്ടോ. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. അയ്യോ എന്റെ അമ്മോ, എന്തൊരു വലിയ വീട്. കുട്ടിമാമ. നല്ല കാശുള്ള ഏതോ നേപ്പാളി പെണ്ണിനെ കള്ളൻ അടിച്ചെടുത്തത്. തുറക്കും. കുട്ടിമാമ. ഛേ, അത് നമസ്കാരം. കുട്ടിമാമ. ആ കുട്ടിമാമ. കുട്ടിമാമ. എന്താ എന്താ ഡോൾമ? कोई भौला आ रही थी. ഭ്രാന്തനോ? കുട്ടിമാമ. മനസ്സിലായില്ല. ഞാൻ അശോകൻ. അശോകൻ. കുട്ടിയമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ? കുട്ടിയമ്മ എന്താ എയർപോർട്ടിൽ വരാത്ത? അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ പെട്ടി പോയി ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു. ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ ഡോൾമ. നീ അടുക്കളയിലേക്ക് ചെല്ലേ. പാഞ്ചേമ്മൻ ചാവൂ. കുട്ടിയമ്മ, എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ കുട്ടിയമ്മ? എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ഹൂ ആർ യു? തും കോൻ ഹോ? നീ ആരാണ്? നിനക്ക് എന്തുവേണം? വാട്ട് യു വാണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന്. കുട്ടിയമ്മയുടെ സ്വന്തം ഏട്ടത്തിയുടെ മകൻ, രാഘവനന്റെ സുമതിയമ്മയുടെ മകൻ, തൈപ്പറമ്പിൽ അശോകൻ. അശോക. എന്താ? നിന്നെ അല്ലടാ മോനെ അശോക. അശോകന? കുട്ടിമാമ എന്നെ വിളിച്ചോ? അപ്പുക്കുട്ട, നീ ഇവിടെ നേപ്പാളില്ല? അപ്പുക്കുട്ടനെ ആരാ കുട്ടിമാമ ഇവൻ? അപ്പുക്കുട്ട, നീ വിളച്ചെടുക്ക. ഞാൻ ആരാണെന്നോ? താൻ പറഞ്ഞ സുമതി എടുത്തിയുടെ മകൻ അശോകനായി. അയ്യോ അല്ല കുട്ടിമാമ, ഇവൻ വസുമതി വല്യമ്മയുടെ മോനാ അപ്പുക്കുട്ടൻ. ഞാനാ അശോകൻ. നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുള്ളൂ. എന്താ അശോക ഇത്? അത് പിന്നെ ഈ ഫ്രാഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാൻ വന്നിരിക്കുകയാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേരെ കുട്ടിമാമ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. വലിഞ്ഞേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു 200 നേപ്പാളി മണീസ് കൊടുത്തു വിട്. ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം. നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല. കുട്ടിമാമ 2 വെച്ച് വന്നിരിക്കുകയാണ്. ഇവന്റെ സഞ്ചി റിവോൾവർ ആണ്. വിളിക്ക് ആംബുലൻസിനെ, പോലീസിനെ. ഇവൻ എന്നെ തട്ടിക്കളയും. കുട്ടിമാമ
തീവ്രവാദിയാണ്. അശ്വതി അടുക്കരുത്, ഇവൻ ഭ്രാന്തനാണ്, മാറിയില്ലേ? അശ്വതി ഇയാൾ ഇവിടെ വന്നോ? മോള് ഇവനെ അറിയോ? ഇയാളാണ് ഇന്നലെ എന്നെ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത്. ഇപ്പോഴോ ഞാൻ അല്ല, പറഞ്ഞില്ലേ അല്ല. അമ്മ, ഇവൻ കള്ള റാസ്കലാണ്. അമ്മാവാ അങ്ങനല്ല അത്. അമ്മ അവന് ഇനി ഇതിൽ ഇടപെടണ്ട, ഞാൻ അവനെ കൈകാര്യം മാറിയില്ല. ആർശുമുട്ടി അപ്പുക്കുട്ടനോട് കളിക്കരുത്, കളിച്ച കളി പഠിപ്പിക്കും. ഔട്ട്, ഇറങ്ങി പോടാ. Get out. എന്റെ ബുദ്ധ ഭഗവാനെ, ശുദ്ധോദന മഹാരാജാവിന്റെ മകനായ അങ്ങ് സർവ്വ സൗഭാഗ്യങ്ങളും രാജപദവിയും ഉപേക്ഷിച്ച് ഒരു രാത്രി ഭാര്യയോട് പോലും പറയാതെ കൊട്ടാരം വിട്ടിറങ്ങിയ ആളാണെന്ന് പണ്ടെന്നെ സരസ്വതി ടീച്ചർ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നെന്റെ ഗതി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ആർഭാടകരമായ ഒരു ജീവിതവും സ്വന്തം മുറപ്പെണ്ണും കൈവിട്ടു പോയ ഞാൻ അങ്ങേപ്പോലെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങ് രാത്രിയിലാണ് കൊട്ടാരം വിട്ടതെങ്കിൽ ഞാൻ പകലാണെന്ന വ്യത്യാസമേ ഉള്ളൂ. അങ്ങ് സ്വമനസാലയാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയെങ്കിൽ എന്നെ അപ്പുക്കുട്ടൻ തള്ളി ഇറക്കിയതാണ്. ഞാൻ പറയുന്നത് ഭഗവാന് മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ലറ ചില്ലറ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും അടിസ്ഥാനപരമായിട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിയവരാണ്. ആ നിലയ്ക്ക് എന്നോട് ഭഗവാൻ കരുണ കാണിക്കണം. ആ അപ്പുക്കുട്ടനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിച്ചിട്ട് എനിക്കകത്ത് കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് ഞാൻ തപസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഞാനും ആയിത്തീരും. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു കോമ്പറ്റീഷൻ? അക്കസോട്ടോ ഉണ്ണിക്കുട്ടോ, നീ ഇന്നലെ രാത്രി എവിടായിരുന്നു? വീട്ടിൽ പോയില്ലേ? ഖർ നഹീം ജാത്ത? ഗോയിന്നു. ആ എന്നാ നിനക്ക് വീടില്ലേ? ഖർ നഹീം? എവിടെ? വേർ? കിതർ? മലയുടെ മുകളിലോ? ഓ അവിടെ അല്ലേ? പിന്നെ നീ എന്താ വീട്ടിൽ പോവാത്ത? നിന്റെ പേരിൽ വേറെ ആരെങ്കിലും അവിടെ കയറി കൂടിയോ? എനിക്ക് വീട്ടിൽ പോകാനൊത്തില്ല. അപ്പുക്കുട്ടൻ എന്നൊരു പാര എനിക്ക് മുമ്പേ അവിടെ കയറി പറ്റി. ഇനി ആ കുരി കഴിയുന്നത് വരെ ഉണ്ണിക്കൂട്ടന്റെ കൂടെ ഓപ്പൺ എയറിൽ കഴിയാം. എന്താ മനസ്സിലായില്ലേ? പിള്ളേർ അത്രയും മനസ്സിലാക്കിയാ മതി. നമുക്ക് തെരുവിലോട്ടിറങ്ങാം.